Hi dears, welcome to all. Today let us discuss the next section in this textbook, Weights with Words. Section 2, Short Stories. There are 4 short stories in the section 2. One is Appointment in Samara by Somerset Maugham. Second one is A Shocking Accident by Graham Greene. The third one is Lamb to the Slaughter by Roald Dahl. The fourth one is It is Used to Be Green Once, Patricia Grace. Now let us discuss the first short story, Appointment in Samara. Let's discuss the introduction. W. Somerset Maugham. William Somerset Maugham, 1874 to 1965, was a British playwright, novelist, and short story writer. He was born in Paris as the fourth son of Edith Marie Snell and Robert Ormond Maugham, a lawyer for the British Embassy. സോമർസെറ്റ് മോം ഒരു ബ്രിട്ടീഷ് നാടകകൃത്തും നോവൽ എഴുത്തുകാരനും ചെറുകഥാകൃത്തുമായിരുന്നു. പാരീസിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. He was orphaned at the age of 10, after which he lived with his uncle and aunt at England. 10-ാം വയസ്സിൽ തന്നെ അദ്ദേഹം അനാഥനാവുകയും പിന്നീട് തൻ്റെ അമ്മാവനോടും അമ്മായിയോടും കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അത് ഇംഗ്ലണ്ടിലായിരുന്നു. He qualified as a surgeon, though he did not practice. അദ്ദേഹം ഒരു സർജനായിരുന്നു. അദ്ദേഹം അതിൽ ഡിഗ്രി എടുത്തിരുന്നെങ്കിലും ആ ഒരു ജോലിക്ക് അദ്ദേഹം പോയില്ല. His first novel, Liza of Lambeth, was published in the year 1897, which drew materials from his experience as the medical student at the slum of Lambeth. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായ ലിസ ഓഫ് ലാംബത്ത്, അത് അദ്ദേഹം ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ തനിക്ക് ലഭിച്ച അനുഭവത്തിൽ നിന്നുമാണ് ഈ ഒരു നോവൽ ഉണ്ടായത്. His notable works include Of Human Bondage, 1915, then The Moon and Sixpence, 1916, then The Painted Veil, 1925, Cakes and Ale, 1930, and The Razor Edge, 1944. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു. During the First World War, he served as an ambulance driver along with other well-known writers like Ernest Hemingway and E. Cummings to be part of literary ambulance drivers. 1-ാം ലോക മഹായുദ്ധകാലത്ത് ഒരു ആംബുലൻസ് ഡ്രൈവറായി അദ്ദേഹം സേവനം നടത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ എഴുത്തുകാരോടൊപ്പം ചിലവഴിക്കാൻ സാധിച്ചു. He also worked for the British Secret Intelligence Service, the experience of which recounted in Ashton, the British Agent, 1928. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനു വേണ്ടിയും പ്രവർത്തിച്ചിരുന്നു. The experience from his travels in Europe, North America, India, and other parts of Asia were included in many stories and novels. അദ്ദേഹത്തിൻ്റെ യാത്രകളിലൂടെ യൂറോപ്യൻ, നോർത്ത് അമേരിക്കൻ, ഇന്ത്യൻ, അതുപോലെയുള്ള ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള എല്ലാ യാത്രകളിലുമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വിവിധ കഥകളിലും നോവലുകളിലും നമുക്ക് കാണാൻ സാധിക്കും. His plays include Lady Frederick, 1907, Jack Straw, 1912, The Unknown, 1920, Our Betters, 1923, The Constant Wife, 1927, and The Sheppy, 1933. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്ലേസാണ്. ഇനി നമുക്ക് ഈ ഒരു അപ്പോയിൻമെൻ്റ് ഇൻ സമറ എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ എന്തെല്ലാം പറയുന്നതെന്ന് നോക്കാം. സമറ ഈസ് സിറ്റി ദാറ്റ് സ്റ്റാൻഡ് ഓൺ ദ ഈസ്റ്റ് ബാങ്ക് ഓഫ് ടൈഗ്രീസ്.
ടൈഗ്രീസ് നദിയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമായിരുന്നു സമറ. ഇറ്റ് ലൈസ് അപ്രോക്സിമേറ്റ്ലി 70 മൈൽസ് നോർത്ത് ഓഫ് ബാഗ്ദാദ്. ബാഗ്ദാദിൽ നിന്ന് ഏകദേശം 70 മൈൽ വടക്കായിട്ടായിരുന്നു അത് സ്ഥിതി ചെയ്തിരുന്നത്. സമറ എന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്തിരുന്നത്. The city was earlier called as Suramansra, which means a delight for all who see. ആദ്യം ഈ ഒരു നഗരത്തിൻ്റെ പേര് സുറാമാൻ റ എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം കാണുന്ന എല്ലാവർക്കും സന്തോഷമുളവാക്കുന്ന ഒന്ന് എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. ദ നെയിം വാസ് ദെൻ ഷോർട്ടൺ ടു സമറ. പിന്നീടായിരുന്നു ആ ഒരു പേര് ചുരുങ്ങി സമറ എന്നായി മാറിയത്. As you read a story, think about the significance of Samara in this title. ഈ ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടൈറ്റിൽ എന്തുകൊണ്ട് കൊടുത്തു എന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. The appointment in Samara is a retelling of an Arabic tale. ഒരു അറബിക് കഥയുടെ പുനരാവിഷ്കാരമാണ് അപ്പോയിൻമെൻറ്റ് ഇൻ സമറ. It is the 9th century Arabian Sufi stories from ഫുദൈൽ ഇബ്ൻ അയാദ് ഹിക്കായാത്ത് അൽ നഖ്ഷിയ. ഒരു 9ാം ശതാബ്ദിയിലെ അറേബ്യൻ സൂഫി കഥയായിരുന്നു ഇത്. ഫുദൈൽ ഇബ്ൻ അയാദിൻ്റെ ഹിക്കായത്ത് ഇൻ നഖ്ഷിയ എന്ന പുസ്തകത്തിൽ എടുത്തതാണ് ഈ ഒരു കഥ. സോമർസെറ്റ് മോഗം ഇൻക്ലൂഡഡ് ദിസ് ടെയിൽ അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് പ്ലേ ഷെപ്പി ആസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ പ്രൊട്ടാഗണിസ്റ്റ് ഷെപ്പി ആൻഡ് ഡെത്ത്. സോമർസെറ്റ് മോഗം ഈ ഒരു കഥ തൻ്റെ പ്ലേ ആയ ഷെപ്പി എന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തിൽ അതിലെ കേന്ദ്ര കഥാപാത്രമായ ഷെപ്പിയും മരണവും തമ്മിലുള്ള ഒരു കോൺവെർസേഷനായിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. In the 1960s, the tale was included in a collection of Sufi stories by ഇദ്രീസ് ഷാ. അതുപോലെ തന്നെ 1960 ഈ ഒരു കഥ ഇദ്രീസ് ഷായുടെ സൂഫീസ് കഥകളിലും നമുക്ക് കാണാൻ സാധിക്കും. എ സിമിലിയർ ബട്ട് ഓർഡർ ടെയിൽ ആസ് ആൾസോ ഫൗണ്ട് ഇൻ ദ ബാബിലോണിയൻ ടൈമഡ് ചുക്ക ഇൻ 53 AD, which involves King Solomon and angel of death and 2 scribes of the King Solomon. Mogham's retelling of the story was used as an epigraph to a 1950 novel by John O'Hara. ജോൺ ഒഹാരയുടെ നോവലിലും നമുക്കിത് കാണാൻ സാധിക്കും. The tale was also included in Jeffrey Sarkel's collection of short stories To Cut a Long Story Short 2000. ഈ ഒരു കഥയിലും നമുക്ക് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഇൻ സമറ എന്നുള്ള ഈ ഒരു കഥ നമുക്ക് കാണാം. ഏതെല്ലാം കഥകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ലാസ്റ്റ് 4 ലൈനുകളിൽ പറഞ്ഞത്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. അതിൻ്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ, ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. Okay, let's go through the story. The appointment in Samara as retold by Somerset Maugham 1933. Here the speaker is death. ഇവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് മരണമാണ്. There is a merchant in Baghdad who sent his servant to market to buy provisions, and in a little while the servant came back white and trembling and said, There was a merchant in Baghdad. ബാഗ്ദാദിൽ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹം who sent his servant to the market to buy provisions. തൻ്റെ ഭൃത്യനെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അദ്ദേഹം മാർക്കറ്റിലേക്ക് അയച്ചു. In a little while the servant came back. കുറച്ച് സമയത്തിന് ഉള്ളിൽ തന്നെ ഈ ഒരു ഭൃത്യൻ തിരിച്ചു വന്നു. White and trembling. അദ്ദേഹം ആകെ വിളറിയിരുന്നു, അതുപോലെ തന്നെ വിറക്കുന്നുണ്ടായിരുന്നു. ആൻഡ് സെഡ്, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മാസ്റ്റർ, ജസ്റ്റ് നൗ വെൻ ഐ വാസ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ് ഐ വാസ് ജോസിൽഡ് ബൈ എ വുമൺ ഇൻ ദ ക്രൗഡ്. താൻ മാർക്കറ്റിലായിരുന്നപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ എന്നെ തള്ളിയിട്ടു എന്നദ്ദേഹം പറഞ്ഞു. ജോസിൽഡ് മീൻസ് തള്ളുക. When I turned, I saw it was death that jostled me. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഒരു മരണത്തെയായിരുന്നു. മരണമാണ് തന്നെ ഉന്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു ഭൃത്യൻ തൻ്റെ യജമാനനോട് പറയുകയാണ്.
ഷീ ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് മെയ്ഡ് എ ത്രെട്ടനിങ് ജെസ്റ്റർ. അവൾ പേടിപ്പെടുത്തുന്ന ഒരു അടയാളം കാണിച്ചു, അല്ലെ, ഒരു ആംഗ്യം കാണിക്കുകയാണ്. നൗ ലെൻഡ് മീ യുവർ ഹോഴ്സ്, ദെൻ ഐ വിൽ റൈഡ് എവേ ഫ്രം ദി സിറ്റി ആൻഡ് അവോയ്ഡ് മൈ ഫേറ്റ്. തൻ്റെ വിധിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, മരണമാണ് എന്നെ ഉന്തിയത്, എന്നെ തട്ടിയത്, അതുകൊണ്ട് മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ കുതിരയെ എനിക്ക് തരൂ. ഐ വിൽ റൈഡ് എവേ ഫ്രം ദി സിറ്റി, ഞാൻ ഈ ഒരു സിറ്റിയിൽ നിന്നും ഞാൻ ഓടിപ്പോവുകയാണ്. ആൻഡ് അവോയ്ഡ് മൈ ഫേറ്റ്, എന്നിട്ട് എൻ്റെ വിധിയെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് യജമാനനോട് ഭൃത്യൻ അദ്ദേഹത്തിൻ്റെ കുതിരയെ ആവശ്യപ്പെടുകയാണ്. ഐ വിൽ ഗോ ടു സമറ ആൻഡ് ദർ ഡെത്ത് വിൽ നോട്ട് ഫൈൻഡ് മീ. ഞാൻ സമറയിലേക്ക് പോവുകയാണ്. ഒരിക്കലും മരണത്തിന് എന്നെ അവിടെ കണ്ടുമുട്ടാൻ സാധിക്കില്ല, എന്നെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ദ മെർച്ചൻ്റ് ലെൻഡ് ഹിസ് ഹോഴ്സ്. ഈ വ്യാപാരി തൻ്റെ ഭൃത്യന് ഈ ഒരു കുതിരയെ നൽകി. ആൻഡ് ദ സെർവൻറ്റ് മൗണ്ടഡ് ഇറ്റ്. ആ ഭൃത്യൻ ആ ഒരു കുതിര പുറത്ത് കയറി. ആൻഡ് ഡഗ് ഹിസ് സ്പേഴ്സ് ഇൻ ഇറ്റ്സ് ഫ്ലാങ്ക്സ് ആൻഡ് ആസ് ഫാസ്റ്റ് ആസ് ദ ഹോഴ്സ് കുഡ് ഗാലപ്പ് ഹി വെൻറ്റ്. സ്പെർ മീൻസ് ദ സ്പൈക്ക് യൂസ് ടു മേക്ക് ഹോഴ്സസ് ഗോ ഫാസ്റ്റർ. കുതിരയെ വേഗത്തിൽ ഓടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറു ചക്രമാണ് സ്പർ. ഫ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ്സ്, അതിൻ്റെ രണ്ട് സൈഡുകളിലും. ആസ് ഫാസ്റ്റ് ആസ് ദ ഹോഴ്സ് കുഡ് ഗ്യാലപ്പ് ഹി വെൻറ്റ്. ഏറ്റവും വേഗത്തിൽ കുതിരയെ ഓടാൻ വേണ്ടി അദ്ദേഹം തയ്യാറാക്കി. ദെൻ ദ മെർച്ചൻ്റ് വെൻറ്റ് ഡൗൺ ടു ദ മാർക്കറ്റ് പ്ലേസ്. പിന്നീട് വ്യാപാരി മാർക്കറ്റിലേക്ക് പോയി. ഭൃത്യൻ പോയതിനു ശേഷം വ്യാപാരി മാർക്കറ്റിലേക്ക് പോയി. ആസ് ഹീ സോ മീ സ്റ്റാൻഡിങ് ഇൻ ദ ക്രൗഡ് ആൻഡ് ഹീ കെയിം ടു മീ ആൻഡ് സെഡ്. അപ്പോൾ ജനക്കൂട്ടത്തിൽ മരണം നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു. അദ്ദേഹം മരണത്തോട് ചോദിക്കുകയാണ്, തൻ്റെ ഭൃത്യനെ എന്തിനായിരുന്നു നീ ഭീഷണിപ്പെടുത്തിയത്? വൈ ഡിഡ് യു മേക്ക് എ ത്രെട്ടനിങ് ജെസ്റ്റർ ടു മൈ സെർവൻ വെൻ യു സോ ഹിം ഇൻ ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ തൻ്റെ ഭൃത്യൻ ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നപ്പോൾ മരണമേ, നീ എന്തിനാണ് അവനെ ഭയപ്പെടുത്തിയത്? മരണം പറയുകയാണ്, ദാറ്റ് വാസ് നോട്ട് ത്രെട്ടനിങ് ജെസ്റ്റർ. ഒരിക്കലും അത് പേടിപ്പെടുത്തിയതല്ല. ഐ സെഡ് ഐ മീൻസ് ദ സ്പീക്കർ. ദ സ്പീക്കർ ഈസ് ഡെത്ത് ഹിയർ. ഇറ്റ് വാസ് ഓൺലി എ സ്റ്റാർട്ട് ഓഫ് സർപ്രൈസ്. ഞാൻ അവനെ കണ്ടപ്പോൾ എനിക്ക് ഞെട്ടലുണ്ടായതാണ്. ഐ വാസ് അസ്റ്റോണിഡ് ടു സീ ഹിം ഇൻ ബാഗ്ദാദ്. ഞാൻ അവനെ ബാഗ്ദാദിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഫോർ ഐ ഹാഡ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഹിം ടുനൈറ്റ് ഇൻ സമറ. ഇന്ന് രാത്രി എനിക്ക് സമറയിൽ വെച്ച് അദ്ദേഹവുമായി ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഐ മീൻസ് സ്പീക്കർ ഡെത്ത് സ്പീക്സ്. ഷീ ഹാഡ് ആൻ അപ്പോയിൻമെൻറ്റ്. ഇവിടെ മരണം ഷീയാണ്. ഷീ ഹാഡ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഹിം ടുനൈറ്റ് ഇൻ സമറ. ഇന്ന് സമറയിൽ വെച്ചായിരുന്നു ആ ഭൃത്യനുമായി എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ബാഗ്ദാദിൽ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ആകെ ആശ്ചര്യഭരിതനായി. അതുകൊണ്ടാണ് അവനത് പേടിപ്പെടുത്തുന്ന ഒരു അടയാളമായിട്ട് തോന്നിയത്. ഇത്രയുമാണ് ഈ ഒരു കഥ. ഇനി ഇതിൻ്റെ എക്സസൈസുകൾ നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വേർ ഈസ് ദ സ്റ്റോറി ഈസ് സെറ്റ്. ഈ ഒരു കഥ എവിടെ വെച്ചാണ് നടക്കുന്നത്? ദ സ്റ്റോറി ഈസ് സെറ്റ് ഇൻ ബാഗ്ദാദ്. ബാഗ്ദാദിൽ വെച്ചാണ് ഈ ഒരു കഥ നടക്കുന്നത്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ സെർവൻറ്റ് ഗോ ടു ദ മാർക്കറ്റ്. ഭൃത്യൻ എന്തിനാണ് മാർക്കറ്റിലേക്ക് പോയത്? ടു ബൈ പ്രൊവിഷൻസ് ഫോർ ഹിസ് മാസ്റ്റർ. തൻ്റെ യജമാനു വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോയി. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ സെർവൻറ്റ് ഗോ ടു സമറ. എന്തിനാണ് ഭൃത്യൻ സമറയിലേക്ക് പോയത്? അദ്ദേഹം ബാഗ്ദാദിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം സമറയിലേക്ക് പോയത്? ബിക്കോസ് ഹി വാണ്ടഡ് ടു എസ്കേപ്പ് ഫ്രം ഡെത്ത്. അവന് മരണത്തിൽ നിന്നും രക്ഷപ്പെടണമായിരുന്നു. മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം സമറയിലേക്ക് ഓടിപ്പോയി. ദ സെക്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 1, ഹു ഈസ് ദ നെറേറ്റർ ഓഫ് ദി സ്റ്റോറി. ഈ ഒരു കഥ ആരാണ് പറയുന്നത്? ദ നെറേറ്റർ ഓഫ് ദ സ്റ്റോറി ഈസ് ഡെത്ത്. ദ സ്പീക്കർ ഓഫ് ദ സ്റ്റോറി ഈസ് ഡെത്ത്. ഈ ഒരു കഥ പറയുന്നത് മരണമാണ്. The second question,
വൈ വാസ് ഡെത്ത് സർപ്രൈസ്ഡ് അറ്റ് സീയിങ് സെർവൻറ്റ് ഇൻ ബാഗ്ദാദ്? ഭൃത്യനെ ബാഗ്ദാദിൽ വെച്ച് കണ്ടപ്പോൾ എന്തിനാണ് മരണം അതിശയിച്ചത്? ഡെത്ത് വാസ് സർപ്രൈസ്ഡ് അറ്റ് സീയിങ് സെർവൻറ്റ് ഇൻ ബാഗ്ദാദ് ബിക്കോസ് ഈ ഒരു സെർവൻറ്റിനെ ബാഗ്ദാദിൽ വെച്ച് മരണം കണ്ടുമുട്ടിയപ്പോൾ അത് അത്ഭുതപ്പെടാനുള്ള കാരണം ഷി ഹാഡ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഹിം അറ്റ് നൈറ്റ് ഇൻ സമറ. സമറയിൽ വെച്ച് ഇന്ന് രാത്രി ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു അവനുമായി. സമറ ഈസ് 70 മൈൽസ് ഫ്രം ബാഗ്ദാദ്. ബാഗ്ദാദിൽ നിന്നും 70 മൈൽ അകലെയാണ് സമറ. അപ്പോൾ ഇന്ന് രാത്രി അവിടെ വെച്ച് അവനുമായി ഒരു അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് അവനെ ഇന്ന് ബാഗ്ദാദിൽ കണ്ടപ്പോൾ ഈ ഒരു മരണം അതിശയിച്ചു പോയി. ദ തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ സെർവൻറ്റ് ഫ്ലീ ടു സമറ? എന്തുകൊണ്ടാണ് ഭൃത്യൻ സമറയിലേക്ക് ഓടിപ്പോയത്? ദ സെർവൻറ്റ് ഫ്ലഡ് ടു സമറ ടു എസ്കേപ്പ് ഫ്രം ഡെത്ത്. അല്ലേ, തേർഡ് ക്വസ്റ്റ്യൻ ആണിത്. ഫസ്റ്റ് സെക്ഷനിൽ തേർഡ് ക്വസ്റ്റ്യൻ്റെ അതേ ആൻസറാണ്. The servant fled to Samara to escape from death, who had showing a threatening sign to the marketplace. മാർക്കറ്റിൽ നിന്നും അവനുമായി ഒരു പേടിപ്പെടുത്തുന്ന ഒരു ആംഗ്യം കാണിച്ചു. The fourth question, what do you think is the theme of this story? ഈ ഒരു കവിതയുടെ അല്ലെങ്കിൽ ഈ ഒരു കഥയുടെ പ്രമേയം അല്ലെങ്കിൽ ഒരു തീം എന്താണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഇതിൻ്റെ തീം? The theme of the story is, ഈ ഒരു കഥയുടെ പ്രമേയം, ദർ ഈസ് നോ എസ്കേപ്പ് ഫ്രം ഡെത്ത്. ഒരാൾക്കും മരണത്തിൽ നിന്നും ഓടി ഒളിക്കാൻ സാധിക്കില്ല. ഇവിടെ അപ്പോയിൻമെൻറ്റ് അല്ലേ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് അപ്പോയിൻമെൻറ്റ് മീൻ ഇൻ ദിസ് ടെയിൽ? ഈ ഒരു കഥയിൽ അപ്പോയിൻമെൻറ്റ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോയിൻമെൻറ്റ് ഇൻ ദിസ് ടെയിൽ മീൻസ് ഡെത്ത് ഓഫ് ദ സെർവൻറ്റ്. ഈ ഒരു സെർവൻറ്റിൻ്റെ മരണത്തെയാണ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. To whom is this story being told? Next question, sixth question. The story is being told to ഷെപ്പി. ഈ ഒരു കഥ ഷെപ്പിയോടാണ് പറയുന്നത്. അല്ലേ, ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ പ്ലേ ഷെപ്പി ബൈ സോമർസെറ്റ് മോഗം. അല്ലേ, സോമർസെറ്റ് മോമിൻ്റെ ഷെപ്പി എന്ന നാടകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഷെപ്പി. ഷെപ്പിയോടാണ് ഈ ഒരു കഥ പറയുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, യൂഷ്വലി ഡെത്ത് അപ്രോച്ച് അതേഴ്സ്. ഇൻ ദി സ്റ്റോറി ദ മെർച്ചൻ്റ് അപ്രോച്ചസ് ഡെത്ത്. വാട്ട് ഡസ് ദാറ്റ് സിഗ്നിഫൈ? സാധാരണ മരണം ആൾക്കാരെ സമീപിക്കുകയാണ് ചെയ്യാറ്, പക്ഷേ ഈ ഒരു കഥയിൽ വ്യാപാരിയാണ് മരണത്തെ സമീപിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇറ്റ് സിഗ്നിഫൈസ് ദാറ്റ് ഡെത്ത് വിൽ ടേക്ക് അവേ ഓൺലി ദോസ് ഹൂം ഷി വാണ്ട്സ് ആൻഡ് നോട്ട് ജസ്റ്റ് എനിബഡി. മരണം അവൾക്ക് വേണ്ടവരെ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ, അല്ലാതെ കാണുന്നവരെയെല്ലാം മരണം കൊണ്ടുപോകില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. The section 3, കമൻറ്റ് ഓൺ ദ ലാംഗ്വേജ് ഓഫ് ദിസ് ടെയിൽ. ഈ ഒരു കഥയിലെ ഭാഷയെപ്പറ്റി വിവരിക്കുക. ദ ലാംഗ്വേജ് ഓഫ് ദിസ് ടെയിൽ ഈസ് വെരി സിമ്പിൾ. അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്തത്. ദ ടെയിൽ ഈസ് യൂസ്ഡ് ആസ് കോൺവെർസേഷൻ. ഇതിലൊരു കോൺവെർസേഷനായിട്ടാണ് പറയുന്നത്. ഡെത്ത് സ്പീക്സ്, മരണമാണ് സംസാരിക്കുന്നത്. ടു ഷെപ്പി, ഷെപ്പിയോടാണ് സംസാരിക്കുന്നത്. ഡെത്ത് ഈസ് ടോക്കിംഗ് ടു ഷെപ്പി അബൌട്ട് വാട്ട് ഹാപ്പൻ എ സർവൻറ്റ് ഹു ഫ്ലഡ് ടു സമറ ഫ്രം ബാഗ്ദാദ് ടു എസ്കേപ്പ് ഹർ. ദ ലാംഗ്വേജ് ഈസ് സോ സിമ്പിൾ ബിക്കോസ് ഇറ്റ് ഈസ് എ സിമ്പിൾ സ്റ്റോറി ആൻഡ് ഇറ്റ് ഈസ് എ ട്രാൻസ്ലേഷൻ ഓഫ് അറബിക് സൂഫി ടെയിൽ. അറബിക് സൂഫി കഥയുടെ ഒരു ട്രാൻസ്ലേഷനാണ് ഇത്. സ്റ്റോറീസ് നാച്ചുറലി യൂസ് എ സിമ്പിൾ ലാംഗ്വേജ്. സാധാരണയായി കവിതകളിൽ വളരെ ലളിതമായ ഭാഷകൾ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ബട്ട് വി മസ്റ്റ് അഡ്മിറ്റ് ദാറ്റ് ആൾദോ ദ ലാംഗ്വേജ് ഈസ് സിമ്പിൾ ദ മെസ്സേജ് കൺവേഡ് ത്രൂ എ സ്റ്റോറി ഈസ് പ്രൊഫൗണ്ട്. ഈ ഒരു കഥ ചെറുതാണെങ്കിലും ലാംഗ്വേജ് സിമ്പിൾ ആണെങ്കിലും ഇതിലുള്ള തീം വളരെ വലിയ ഒരു തീമാണ്. ഇറ്റ് ടെൽസ് ദാറ്റ് ഹൗവർ ഹാർഡ് വി ട്രൈ വി കാൺ റൺ അവേ ഫ്രം ഡെത്ത്. നമ്മൾ എത്ര തന്നെ ഓടി ഒളിച്ചാലും മരണത്തിനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. മരണം എവിടെ തന്നെ ആയാലും നമ്മെ തേടി വരും. ദർ ഇസ് എ പേഴ്സോണിഫിക്കേഷൻ ഇൻ ദ സ്റ്റോറി ബിക്കോസ് ഡെത്ത് ഈസ് പ്രസൻറ്റഡ് ഹിയർ ആസ് എ പേഴ്സൺ. ഈ ഒരു കവിതയിൽ മരണത്തെ ഒരു പേഴ്സൺ ആയിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഹൗ ദ സ്റ്റോറി എക്സ്പൗണ്ട് ദ ഫേറ്റലിസം. എങ്ങനെയാണ് ഈ കഥ വിധിയെപ്പറ്റി പറയുന്നത്?
Fatalism is a belief all the events are predetermined and therefore inevitable. In this story, we find expounding of this belief. The servant goes to the market in Baghdad to buy things from his master. വിധിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? അലംഘനീയമായ വിധിയെക്കുറിച്ചാണ്. ഒരിക്കലും നമുക്കത് മാറ്റാൻ സാധിക്കില്ല. ഇവിടെ ബാഗ്ദാദിലെ ഒരു വ്യാപാരിയുടെ ഭൃത്യൻ തൻ്റെ യജമാനന് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. There he gets afraid seeing some sign and he thinks that he threatening sign of death. അവൻ അവിടെ വെച്ച് മരണത്തെ കാണുകയും മരണത്തെ കണ്ട് പേടിക്കുകയും തൻ്റെ യജമാനോട് തൻ്റെ കുതിരയെ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. He borrows his master's horse and flees to Samara the hope running away from death. അവൻ പോകുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായത് മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോവുകയെന്നാണ്. പക്ഷേ there he meets his death. അവിടെയായിരുന്നു അവന് മരണം പിടിച്ചത്. അവിടെ വെച്ചായിരുന്നു അവന് പിടിക്കേണ്ടിയിരുന്നത്. റണ്ണിങ് അവേ ഡിഡ് നോട്ട് ഹെൽപ്പ് ഹിം. ഒരിക്കലും ആ ഒരു ഓട്ടം അവനെ ഹെൽപ്പ് ചെയ്തില്ല. ഓൺ ദ കോൺട്രറി, അതിന് പകരമായി ഹി റീച്ച്ഡ് ദ പ്ലേസ് വെർ ഡെത്ത് ആൻഡ് ഹാഡ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഹിം. എവിടെ വെച്ചാണോ മരണത്തിന് തന്നെ പിടിക്കേണ്ടത് അവിടേക്കാണ് അവൻ ഓടിച്ചെന്നത്. ഇതിൻ്റെ അർത്ഥം വിധി എവിടെയായാലും നമ്മുടെ അടുത്തേക്ക് വരും. ഫേറ്റലിസം ഈസ് എ ബിലീഫ്. ഇറ്റ് ഈസ് വെരി സ്ട്രോങ് എമംഗ് ഇന്ത്യൻസ്. വെൻ എവർ സംതിങ് ബാഡ് ഹാപ്പൻസ് വി ടെൻഡ് ടു സേ ഇറ്റ് ഈസ് അവർ ഫേറ്റ്. There are many people who take shelter under his fatalism. When they are lazy and don't succeed and attribute their failure to their fate. If defeatist attitude we should overcome it. അപ്പോൾ മരണം അല്ലെങ്കിൽ വിധി എവിടെയായാലും നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടിയിരിക്കും. തേർഡ് വൺ, വൈ ഡു യു തിങ്ക് ഡെത്ത് ഈസ് ജെൻഡേർഡ് ഇൻ ദിസ് ടെയിൽ? എന്തുകൊണ്ടാണ് കഥയ്ക്ക് ഇവിടെ ഒരു സ്ത്രീ വേഷം നൽകുന്നത്? Death is gendered in this tale to make it is more realistic. Death is presented as a person who seeks out the victims. It is interesting to note that death is presented here as a woman and the feminine pronoun she is used for death. ഇവിടെ മരണത്തെ ഉപയോഗിച്ചത് ഒരു സ്ത്രീ ആയിട്ടാണ്. Then last question, how does the mom bring out the idea of fatalism in this tale? എങ്ങനെയാണ് മോം ഈ കഥയിൽ വിധിയെ കൊണ്ടുവരുന്നത്? അല്ലേ, മോം bring out the idea of fatalism in this tale by telling us that the servant actually goes to Samara where death had an appointment with him. In fact, he flees to Samara to escape from death, but there he meets his hand. It is fatalism. There is no running away from one's fate. ഇവിടെ ഈ ഒരു കഥ പറയുന്നതിലൂടെ ഈ ഒരു ഭൃത്യൻ യഥാർത്ഥമായി ആക്ച്വലി ഗോസ് ടു സമറ, സമറയിലേക്ക് പോകുന്നത് വേർ ഡെത്ത് ഹാഡ് ആൻ അപ്പോയിൻമെൻറ്റ്. ദ സെർവൻറ്റ് ആക്ച്വലി ഗോസ് ടു സമറ. ഡെത്ത് ഹാഡ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഹിം. അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സമറയിലേക്ക് ഓടിപ്പോയത്. എന്നാൽ യഥാർത്ഥത്തിൽ അവനെ സമറയിൽ വെച്ചായിരുന്നു മരണത്തിന് പിടിക്കേണ്ടിയിരുന്നത്. ഇതാണ് വിധി എന്ന് പറയുന്നത്. ദർ ഈസ് നോ റണ്ണിങ് അവേ ഫ്രം വൺസ് ഫേറ്റ്. ഒരാൾക്കും മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു കഥയും ഇതാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത്. ഈ ഒരു കഥയും ഉൾപ്പെടുത്തിയിട്ട് എഴുതുക. അവസാനം, ദ സ്റ്റോറി ഈസ് ആക്ച്വലി ടേക്കൺ ഫ്രം ആൻ അറബിക് സൂഫി ടെയിൽ. ലാസ്റ്റ് പാരഗ്രാഫിൽ നൽകേണ്ടത് ഈ ഒരു കഥ അറബിക് സൂഫി ടെയിലിൽ നിന്നും എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് എൻ അറേബ്യൻ ട്വിസ്റ്റ്. ഇതിനൊരു അറേബ്യൻ ട്വിസ്റ്റും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത്രയുമാണ് അപ്പോയിൻമെൻറ്റ് ഇൻ സമറ എന്ന ചാപ്റ്റർ ഉള്ളത്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കിയുള്ള ദ ടൈംസ് ദേ ആർ ചേഞ്ചിൻ എന്നതിൻ്റെ ബാക്കി അതിൻ്റെ എക്സസൈസ് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഹൂം ഡസ് ദ പോയറ്റ് സേ ഡോണ്ട് സ്റ്റാൻഡ് ഓൺ ദ ഡോർവേ ഡോണ്ട് ബ്ലോക്ക് അപ്പ് ദ ഹാൾ? ആരോടാണ് കവി വാതിൽക്കലിൽ നിന്നും ഹോളിലേക്കുള്ള വഴി തടയരുതെന്ന് പറയുന്നത്? സെക്കൻഡ് സ്റ്റാൻസയിലാണെന്ന് പറയുന്നത് ടു ദ സെനറ്റേഴ്സ് ആൻഡ് കോൺഗ്രസ്മാൻ. സെനറ്റേഴ്സിനോടും അതുപോലെ തന്നെ കോൺഗ്രസ്മാനോടുമാണ് കവി വാതിൽക്കലിൽ നിന്നും മാറി നിൽക്കാൻ പറയുന്നത്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഫൗണ്ട് ഇൻ ദ ലൈൻ യു വിൽ സിങ്ക് ലൈക്ക് എ സ്റ്റോൺ?
നിങ്ങൾ ഒരു കല്ല് പോലെ താഴ്ന്നു പോകും എന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? തീർച്ചയായും നമുക്ക് പറയാം സിമിലിയാണ്. കാരണം ലൈക്കോ ആസോ വെച്ച് ഉപയോഗിച്ചാൽ അത് സിമിലി ആയിരിക്കും. മൂന്നാമത്തത്, വിച്ച് ഈസ് ദ റീഫ്രെയിൻ ദാറ്റ് റീക്കേഴ്സ് ഇൻ ദ പോയം. എല്ലാ സ്റ്റാൻസയുടെയും അവസാനം ആവർത്തിച്ചു വരുന്ന വരി ഏതാണ്? ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ്. സമയം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ബോബ് ഡിലാൻ അവാർഡഡ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ബോബ് ഡിലാന് നോബൽ സമ്മാനം ലഭിച്ചത് ഏതു വർഷമായിരുന്നു? 2016. The section 2. What does the expression the waters around you have grown mean? The waters around you have grown എന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് അതിൻ്റെ അർത്ഥം? ദ ഡേഞ്ചർ, അല്ലേ, അപകടം. ദ റിസ്ക് അറൗണ്ട് യു ഈസ് ഗ്രോയിങ് ഇൻസൈഡ്സ്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന അപകടം അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ യുവർ ബെറ്റർ സ്റ്റാർട്ട് സ്വിമ്മിങ് ഓർ യു വിൽ സിങ്ക് ലൈക്ക് എ സ്റ്റോൺ. നീന്താൻ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു കല്ല് പോലെ നിങ്ങൾ താഴ്ന്നു പോകും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദ പോയറ്റ് ഹാസ് വാണ്ട് ദ അറൗണ്ട് വാട്ടർ സിഗ്നിഫൈങ് ഡേഞ്ചർ. ഇവിടെ വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിഗ്നിഫൈസ് ഡേഞ്ചർ, അപകടത്തെയാണ്. എറൗണ്ട് ദം ഈസ് ഗ്രോയിങ്, അത് ചുറ്റും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അൺലെസ് ദേ സ്റ്റാർട്ട് സ്വിമ്മിങ് ദേ വിൽ ബി ഡ്രൗൺ ലൈക്ക് എ സ്റ്റോൺ സിങ്കിങ് ഇൻ വാട്ടർ. ഇപ്പോൾ തന്നെ നീന്താൻ തുടങ്ങിയില്ലെങ്കിൽ, അതിനർത്ഥം ഇപ്പോൾ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾ കല്ല് പോകുന്നത് താഴേക്ക് പോകുന്നത് താഴ്ന്നു പോകും, നിങ്ങൾ അപകടത്തിൽ പെട്ടുപോകും, പ്രയാസത്തിലായി പോകും എന്നാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് ആസ്ക് റൈറ്റേഴ്സ് ആൻഡ് ക്രിറ്റിക്സ്. എഴുത്തുകാരോടും നിരൂപകരോടും കവി എന്താണ് പറയുന്നത്? ദ പോയറ്റ് ആസ്ക് ദ റൈറ്റേഴ്സ് ആൻഡ് ക്രിറ്റിക്സ് ടു കീപ് ദെയർ ഐസ് വൈഡ് ഓപ്പൺ. അവരുടെ കണ്ണുകൾ ശരിക്കും തുറന്നു വെക്കാനാണ് കവി പറയുന്നത്. He does not want them to make a quick prophecies because the wheel is still spinning and whom they name the loser may win. പെട്ടെന്നുള്ള പ്രവചനങ്ങൾ ആരും തന്നെ നടത്തരുത്, കാരണം ചക്രം ഇപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാണ് പരാജിതൻ? പരാജിതനെന്ന് ആരാണ് വിജയി എന്ന് നമുക്കറിയില്ല. പരാജിതനെന്ന് പ്രവചിക്കുന്നയാൾ ചിലപ്പോൾ വിജയിയായെന്നും വരും. The fourth question, what is the battle implied in there is a battle outside it is raging. പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഏത് തരത്തിലുള്ളതാണ്? The battle is the civil rights movement. പൗര സ്വാതന്ത്ര്യത്തിനുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. People were fighting against racial discrimination and for human rights for all. വർണ്ണവിവേചനത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടിയായിരുന്നു യുദ്ധം ജനങ്ങൾ ചെയ്തിരുന്നത്. There was also a hippie movement. ഹിപ്പി പ്രസ്ഥാനവും ഉയർന്നു വന്നത് ആ സമയത്താണ്. Who were fighting against the established order of the society by appearing and dressing differently. സമൂഹത്തിൻ്റെ ചട്ടക്കൂടുകൾ പൊട്ടിച്ച് പുറത്തു വരാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. അവർ കെട്ടിലും മട്ടിലും അവർ വൈവിധ്യം പുലർത്താൻ ശ്രമിക്കുകയും ചെയ്തു. The fifth question, what does the line the first now will be the later to be the last imply? ആദ്യത്തേവൻ പിന്നെ അവസാനത്തെ ആൾ ആയി മാറാം. ഈ ഒരു വരി അർത്ഥമാക്കുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. ഇറ്റ് മീൻസ് ദോസ് ഹൂ ആർ ഇൻ പവർ വിൽ ലോസ് ഇറ്റ് ആൻഡ് ദോസ് ഫൈറ്റിംഗ് നൗ ഹൂ ഹോൾഡ് ദ പവർ ലേറ്റർ. ഇന്ന് അധികാരത്തിലിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടുമെന്നും ഇന്ന് പൊരുതിക്കൊണ്ടിരിക്കുന്നവൻ പിന്നീട് അധികാരം കൈയാളുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദ റെഫറൻസ് ഹിയർ, ഇതുകൂടെ ഉൾപ്പെടുത്തി എഴുതണം. ദ റെഫറൻസ് ഈസ് ദ ഹിയർ ദ ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 9 വേഴ്സ് 35 where it says. മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 9-ാം അധ്യായം 35-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. Whoever wants to be the first must be the last of all and servant of all. നിങ്ങളിൽ ഒന്നാമനാകാൻ ആശിക്കുന്നവൻ അവസാനത്തെ ആകുകയും മറ്റുള്ളവരെ സേവിക്കാനുള്ള മനസ്സുണ്ടായിരിക്കുകയും വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നാമതെത്താൻ സാധിക്കുകയുള്ളൂ. The sixth question, explain your old road is rapidly aging. നിങ്ങളുടെ പഴയ റോഡ് പെട്ടെന്ന് തന്നെ വയസ്സാകുകയാണ്. The poet is talking to fathers and mothers. ഇവിടെ കവി മാതാപിതാക്കളോടാണ് സംസാരിക്കുന്നത്. They should not try to keep their sons and daughters under their command. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും തങ്ങളുടെ ചൊൽപ്പടിക്ക് തളച്ചിടാൻ ശ്രമിക്കരുത്. The new generation is following a new road. പുതിയ തലമുറ പുതിയ ഒരു പാതയിൽ
പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദ ഓൾഡ് റോഡ് ഈസ് ഓഫ് ദെയർ പാരൻസ് ഈസ് ക്വിക്ക്ലി ബിക്കമിങ് ഓൾഡ്. കാരണം അവരുടെ മാതാപിതാക്കളുടെ പഴയ റോഡ് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ദ ഏജിങ് ഫാസ്റ്റ്, അത് പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാരും അംഗീകരിക്കുകയില്ല. The seventh question. What is the context of the song? The times they are changing. ഈ ഒരു പാട്ടിൻ്റെ സന്ദർഭം ഏതാണ്? ഈ ഒരു ലൈനിൻ്റെ സന്ദർഭം. The song came out in 1963. 1963 ഈ ഒരു പാട്ട് പുറത്തിറങ്ങിയത്. It was a time when the folk music movement, hippie movement and civil rights movement were very active. ആ സമയത്ത് വളരെ ശക്തിമത്തായ 3 രീതിയിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഫോക്ക് മ്യൂസിക് പ്രസ്ഥാനം, ഹിപ്പി പ്രസ്ഥാനം, പൗരാവകാശ പ്രസ്ഥാനം. ഇവിടെ ബോബ് ഡിലാൻ wanted to give a call to all people to stand united against all forms of injustice, poverty and discrimination. ഇവിടെ കവി എല്ലാത്തരം മനുഷ്യരോടും അസമത്വങ്ങൾക്കും ദാരിദ്ര്യത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി യോജിച്ചു നിന്ന് പടപൊരുതാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇതായിരുന്നു ആ ഒരു പാട്ടിൻ്റെ കോണ്ടെക്സ്റ്റ്. The last question in the section 2. Why does the Bob Dylan says that the present now will be the later the past? എന്തുകൊണ്ടാണ് ബോബ് ഡിലൻ വർത്തമാനകാലം ഭാവിയിൽ ഭൂതകാലമാകുമെന്ന് പറയുന്നത്? It means that what is seen today will not be what is one going to be see tomorrow. ഇന്ന് കാണുന്നത് അല്ല നാളെ കാണാൻ പോകുന്നത് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. സമയം, things are changing, the times are changing. സമയം മാറിക്കൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. The present become the past. ഇന്ന് ഇപ്പോൾ ഉള്ളത് ഭൂതകാലമായി മാറും. Just like today becomes yesterday, tomorrow. ഇന്ന് ഇന്നലെയായി മാറും. നാളെ എത്തുമ്പോൾ ഇന്ന് ഇന്നലെയായി മാറും. ഇന്ന് നാളത്തെ ഇന്നലെയായി മാറുമല്ലോ. ഇതാണ് ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ്, അല്ലെങ്കിൽ വർത്തമാനകാലം ഭാവിയിൽ ഭൂതകാലമാകുമെന്ന് കവി പറയുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വൈ ആർ ദ പീപ്പിൾ ആസ്ക് ടു ഗ്യാദർ അറൗണ്ട്? എന്തുകൊണ്ടാണ് ജനങ്ങളോട് ഒത്തൊരുമിക്കാൻ കവി പറയുന്നത്? The poet is calling the people who are roaming around to come together because they are facing big danger, big risk. അല്ലേ, ഒരുപാട് മൂവ്മെൻറ്റ്സും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. He asking for unity among the people. He wants the people to know that the waters around they have grown. It means that the flood of evils around them growing size. If the people do not see what is happening around them, do not act in time, they will be drenched to the bones as they will be immersed in flood waters. ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അവർ തന്നെ ഫ്ലഡിൽ അകപ്പെട്ടതുപോലെയാകും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കമൻറ്റ് ഓൺ ബോബ് ഡിലാൻസ് യൂസ് ഓഫ് ലാംഗ്വേജ്. ബോബ് ഡിലാൻസ് ലാംഗ്വേജ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ പീപ്പിൾ, എസ്പെഷ്യലി ഫോർ ദ ബ്ലാക്സ്. ബ്ലാക്സിന് ഏറ്റവും പറ്റിയ അല്ലെങ്കിൽ വളരെ അനുയോജ്യമായ ഭാഷയാണ് അദ്ദേഹം യൂസ് ചെയ്തത്. ദേ യൂസ് ദ ലാംഗ്വേജ് ഇൻ പെക്യുലിയർ വേ ഓഫ് ദെയർ ഓൺ. ഫോർ എക്സാമ്പിൾ, ചേഞ്ചിങ് ടു മീൻ ചേഞ്ചിങ്. ഇതിൽ ചേഞ്ചിൻ എന്നത് എന്തിനെ അർത്ഥമാക്കുന്നു? ചേഞ്ചിങ്ങിനെ അർത്ഥമാക്കുന്നു. Another peculiarity in American English, the omission of the letters G in the words ending in ing. Thus we have so many words in the poem like change in, save in, sim in, tell in, name in, rage in, age in and fade in. ഇതെല്ലാം നമ്മൾ കണ്ടു. ഇവിടെയൊക്കെ അതിൻ്റെ അർത്ഥം ing എന്നാണ്. ഇവിടെ അത് മാത്രമാണ് യൂസ് ചെയ്തത്. Also the language of Dylan uses a very simple language. There is a hardly any unfamiliar word. The lines are short. It looks as if they piled upon one over other. ചുരുക്കി പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് അദ്ദേഹം യൂസ് ചെയ്തത്. ദ ജനറേഷണൽ കോൺഫ്ലിക്റ്റ്, ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ്. ഈ കവിതയിൽ കാണുന്ന തലമുറകളുടെ വിടവ് എന്താണ്? അത് ഏത് ലൈനിൽ നമുക്ക് വിശദമായി കാണാം? യുവർ ഓൾഡ് റോഡ് ഈസ് റാപ്പിഡ്ലി ഏജിങ് എന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. The poet addresses mothers and fathers throughout the country.
ആ ഒരു രാജ്യത്തിലുടനീളമുള്ള അച്ഛനമ്മമാരെ കവി ഉപദേശിക്കുന്നതിലൂടെ നമുക്കത് കാണാൻ സാധിക്കും. 4th question, explain the political imagery the times they are changing. ഈ ഒരു പദത്തിലെ രാഷ്ട്രീയ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. The poet is calling the people to gather together. He asking for unity the people. They should know the waters around have you grown. It hints the flaws of the government. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പോരായ്മകളെയാണ് ഉയർത്തി കാണിക്കുന്നത്. The people do not see what is happening and do not act. They will be drenched to the bone. ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് വെള്ളത്തിൽ താഴ്ന്നു പോകുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എഴുത്തുകാരോടും he speaks directly to those who write for the media and newspaper. They make prophecies with their pen. So they should keep their eyes wide open. കാര്യങ്ങൾ നല്ല പോലെ കണ്ണു തുറന്ന് കാണാനും വ്യക്തമായ രീതിയിൽ പറയാനും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ the poet addresses the senators and congressmen. And he addresses them because those involved in the government affairs, അവരാണ് ഗവൺമെൻറ്റൽ അഫയേഴ്സിന് ഏറ്റവും കൂടുതൽ ഇൻവോൾവ്ഡ് ആവുന്നത്. He is telling them not to stand on the doorway. They should listen to the people. Then there is a battle raging outside. It will break their windows and shake their walls. They won't be safe inside. ഒരിക്കലും അതുകൊണ്ട് നിങ്ങൾ അകത്ത് സേഫ് അല്ല. അതുകൊണ്ട് പുറത്ത് നടക്കുന്ന യുദ്ധത്തിലേക്ക് കണ്ണു തുറന്ന് കാണാൻ അവരോടും കവി ആവശ്യപ്പെടുന്നു. ഇതെല്ലാം അവിടുത്തെ രാഷ്ട്രീയ ചിത്രങ്ങളെയാണ് നമുക്ക് കാണിക്കുന്നത്. The 5th question, explain the significance of the incremental repetition for the times they are changing. ഒരു കവിതയിൽ ഒരു വരി വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? The repetition of the refrain for the times they are changing shows the poet conviction that the changes are coming. ഇതിലൂടെ കവി പറയുന്നത് അവിടെയുള്ള മാറ്റങ്ങൾ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കവി പറയുന്നത്. This poem came out in 1963. 1963 ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു പാട്ടിൻ്റെ സന്ദർഭം വരുന്നത്. ഇത് സെക്ഷൻ 2 7th ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അത് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. The last section, section 4, consider Bob Dylan's The Times They Are Changing as a song of protest. ഈ ഒരു കവിത വിപ്ലവഗാനം എന്ന നിലയിൽ നിങ്ങൾ എഴുതുക. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ സോങ് ഓഫ് പ്രൊട്ടസ്റ്റ്. തീർച്ചയായും ഇതൊരു വിപ്ലവഗാനം തന്നെയാണ്. ദ പോയം കെയിം ഔട്ട് ഇൻ 1963. 1963 ഈ ഒരു കവിത പുറത്തു വരുന്നത്. അറ്റ് ദാറ്റ് ടൈം അമേരിക്ക ഹാഡ് ഇറ്റ്സ് യങ്ങസ്റ്റ് പ്രസിഡന്റ്, ദ ഡൈനാമിക് പേഴ്സൺ ജോൺ എഫ് കെന്നഡി. ഹി വാസ് എഗെയിൻസ്റ്റ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അദ്ദേഹം ജോൺ എഫ് കെന്നഡി ആയിരുന്ന സമയത്തായിരുന്നു ഈ ഒരു കവിത പുറത്തു വരുന്നത്. അദ്ദേഹം റേഷ്യൽ ഡിസ്ക്രിമിനേഷന് വളരെയധികം എതിരായിരുന്നു. ദർ ആർ 3 മൂവ്മെൻറ്റ്സ് വെർ സ്ട്രോങ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് 3 തരത്തിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഫോക്ക് മ്യൂസിക് മൂവ്മെൻറ്റ്, ഹിപ്പി മൂവ്മെൻറ്റ് ആൻഡ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്. ഇതെല്ലാം ഉൾപ്പെടുത്തി കവി പറയുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി എഴുതുക. അപ്പോൾ ഇന്ന് അപ്പോയിൻമെൻറ്റ് ഇൻ സമറ എന്നുള്ള ചാപ്റ്ററും അതുപോലെ തന്നെ ദ ടൈംസ് ദേ ആർ സെക്ഷൻ 1 പോയട്രിയിലെ ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ് എന്നതിലെ ആക്ടിവിറ്റിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.